ഡയലോഗ് അടിക്കാത്തയാണല്ലോ. എന്തായാലും ഇവിടെ തട്ടുകട തുടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഞങ്ങളുടെ അവിടത്തെയും ഇതുപോലെ ആണ്. അതാ ചോദിച്ച. ഞങ്ങളുടെ അവിടെയും ഇതുപോലെ ആണെന്നോ? എടാ വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ റിലേഷൻ സീരിയസ് ആണെന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സമയം നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങളെ കൈപിടിച്ച് കൊടുക്കും. അതാണ് ഞങ്ങൾ അറിയാവുന്നവർക്ക് എല്ലാവർക്കും പറയും, ഒരു കാരണവശാലും ഈ റിലേഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഞങ്ങൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് കൈ പിടിച്ച് തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ കെട്ടത്തില്ല, എത്ര നാൾ മുന്നോട്ട് പോകുന്നു അത്രയും നാൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തോ രണ്ടുപേർക്കും മനസ്സിലായ അവസാന നിമിഷം വരെയും. അതുകൊണ്ട് ഇപ്പോഴും ഇതാ ഇവിടെ നിൽക്കുന്നു. ശരിയാവും, എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എടുത്തു ചാടി ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക. കാരണം നമ്മള് ചെയ്യുന്നത് നിനക്ക് ഒട്ടും പറ്റത്തില്ലേ ഞാൻ ഒരിക്കലും പറയത്തില്ല. പുല്ല് നിർത്തടേ, എന്ത് സ്വഭാവോടെ, എന്ത് സ്വഭാവോടെ. ഞാൻ ഈ സ്റ്റോറി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ മഹാന് പഴയ കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നത് കൊണ്ടും ചില സാങ്കേതിക വിധി ആയതുകൊണ്ടും ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നതാണ്. മൊയ്തീൻ വൈബ്, മൊയ്തീൻ വൈബ് ഒക്കെ തന്നെയായിരുന്നു. കാരണം ഇടയ്ക്ക് വെച്ച് ലെറ്റർ കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു. പാവത്തിരി ഇപ്പൊ അത് പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. സങ്കടം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഹരിക്ക്. അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. ബ്രോ ഡാൻസ് തുടങ്ങി. എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. ആ ചിരി കണ്ടാ മനസ്സിലാവില്ലേ? അതാണ് ബ്രോ ഇത്ര ഇരുന്നിട്ട് ഞെരിപ്പിരി കൊള്ളുക. ബ്രോ പോയി, ആരോ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. മേ ബി അതിന് പോയതായിരിക്കും. ശ്രീജു എന്തായാലും നമ്മുടെ നൈറ്റ് ലൈവില് കേറണം. ഞങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ മൂന്നാമൻ ഒരാളുണ്ടല്ലോ, അതായത് മെയിൻ ഹെഡ് അറിയാൻ പറ്റുമോ നോക്കട്ടെ. ഹരി എം വി ലവ് സ്റ്റോറി കേൾക്കുമ്പോൾ അത് ബ്ലോക്ക് ആക്കല്ലേ, ബ്ലോക്ക് മാറ്റി. ഹരി എം വിക്ക് ചിലപ്പോൾ ഇത് വിഷമമായിരിക്കും. കാരണം പോട്ടെ, സാരമില്ല, സങ്കടമൊന്നും ഇല്ല എനിക്ക്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചൊറിയുന്നത് തന്നെ ഇതൊക്കെ. പോയോ എല്ലാരും? ഹലോ, ആരുമില്ലേ? ഞാനുണ്ടാ? എവിടെ പോയി? ആരാണ് വന്നതാ കൊച്ച്? ഏതാണ് അവള്? കൊച്ചു പോയി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു കൊച്ചു വന്നോണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. ആരുമില്ലേ ഗൈസ്? എല്ലാരും പോയോ? നിങ്ങൾ ആരും കമന്റ് ചെയ്യാനില്ലെങ്കിൽ ഞങ്ങൾ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ല, ഈ ലൈവ് എവിടെ കട്ടാക്കുന്നത്? അത് ഈ കൊച്ചു പറഞ്ഞു തന്നില്ലല്ലോ ലൈവ് എങ്ങനെ കട്ടാക്കുന്നത്. അത് തന്നെ കട്ടായതല്ലേ. ആരും ഇല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. ശരിയാണ്, ഞങ്ങൾ പോകാൻ പോവുകയാണ്. റേച്ചൽ ബായ് എങ്കിൽ പിന്നെ ഇത് എങ്ങനെ കട്ടാക്കുന്നത് അത് പറഞ്ഞു തന്നില്ല. പൊളിയാണ് നൈറ്റ് ലൈവ്. എനിക്ക് കോൾ വരുന്നത് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല. എടാ കുഴപ്പമില്ല, നമ്മൾ സൺഡേ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് നീ എന്തായാലും കേറുക. കാരണം നിന്റെ ലൈഫ് കളഞ്ഞിട്ടുള്ളത് ഒന്നും വേണ്ട. ബ്രോ ഹാപ്പി ആയല്ലോ? ഏത് ബ്രോ ഹാപ്പി ആയത്? നിശാന്ത് ബ്രോ എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു വന്നത് കൊണ്ട് ഹാപ്പി ആയിരുന്നാണ്. ഞാൻ ഉണ്ടിക്കൂയി. ഓക്കേടാ, നമ്മള് നോക്കട്ടെ. നാളെ ചേട്ടൻ നേരത്തെ വരെയാണെങ്കിൽ നാളെ എന്തായാലും കാണും. അപ്പൊ മായാവിക്ക് എന്തായാലും കേറാൻ പറ്റുമെങ്കിൽ കട്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിശാന്തണ്ണന് ചായ കുടിക്കാൻ പോകാനുള്ള സമയമായിട്ടുണ്ട്. എനിക്കും ലൈവില് നെക്സ്റ്റ് കോസ്റ്റ്യൂം വേണ്ടി, അതിന് കുളിക്കണം.